ഓക്കെ, പ്രാർത്ഥനയെ കുറിച്ചാണ് അച്ഛൻ ഇന്ന് സംസാരിക്കുന്നത്. അപ്പൊ പ്രാർത്ഥന, പ്രയർ, ആ സ്പെല്ലിംഗ് മനസ്സിലേക്ക് കൊണ്ടുവരണം. PRAYER. അപ്പൊ ഓരോരോ ലെറ്ററുകൾ നമ്മൾ എടുക്കാൻ പോവാണ് കേട്ടോ. ശരിക്കും ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓരോ ചെറുതുങ്ങളോടും ഞാൻ ചോദിക്കും, എന്താണ് അച്ഛൻ പറഞ്ഞത്, എന്താണ് അച്ഛൻ പറഞ്ഞതെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നെ. അപ്പൊ ആദ്യത്തെ അക്ഷരം ഏതാ? പി. പ്രാർത്ഥനയുടെ, പ്രയറിന്റെ ആദ്യത്തെ അക്ഷരം പി. പി ഈസ് ഈക്വൽ ടു പ്രൈസിങ്. പി ഈസ് ഈക്വൽ ടു പ്രൈസിങ്. ഉണ്ടോ? കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന പോലെ അച്ഛൻ പറഞ്ഞു തരിക. ഞാൻ രാവിലെ പറഞ്ഞില്ലേ, ഇതിനേക്കാളും സോഫ്റ്റ് ആയിട്ട് കർത്താവ് വിശ്വസിച്ചേക്ക് മാത്രമേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. പ്രൈസിങ്, സ്തുതിക്കുക. പ്രാർത്ഥനയുടെ ആദ്യത്തെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം സ്തുതിക്കുക എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ ഓർക്കുക, ഈശോയുടെ മുന്നിൽ മുട്ടുകുത്തുന്ന സമയത്ത്, നമ്മൾ ഈശോയുടെ മുന്നിലിരിക്കുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യം ഈശോയെ സ്തുതിക്കുക എന്നുള്ളതാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയോട് അങ്ങനെ ചെയ്യേണ്ടെന്നും കാര്യമൊന്നുമില്ല. പക്ഷെ എങ്കിലും ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ അച്ഛൻ കുഞ്ഞായിരുന്ന കാലഘട്ടത്തില് പപ്പയുടെ അടുത്തുനിന്ന് എന്തെങ്കിലും നേടിയെടുക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ അമ്മയുടെ അടുത്തുനിന്ന് എന്തെങ്കിലും കാര്യം നേടിയെടുക്കാനുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യും? സോപ്പിടും. ഓ, അമ്മ എന്ത് സ്നേഹമുള്ള അമ്മയാണ്, അപ്പൻ എന്ത് സ്നേഹമുള്ള അപ്പനാണ്, അപ്പൻ ഇന്നലെ മേടിച്ചെന്ന ലഡു എന്ത് മധുരമായിരുന്നു, ജിലേബി എന്ത് മധുരമായിരുന്നു. കണ്ടോ? സോപ്പിടും. സോപ്പിട്ടിട്ടാണ് നമ്മള് ലഡു ഒക്കെ നല്ലായിരുന്നു, അപ്പനൊരു കാര്യം ചെയ്യും, നാളെ ഒരു 10 രൂപ എന്തെങ്കിലും മേടിക്കാനുണ്ട്. മനസ്സിലായോ? കർത്താവിന് സോപ്പിടേണ്ട കാര്യമില്ല. പക്ഷെ എങ്കിലും ഞാൻ പറയാണ്, സഭയുടെ പ്രാർത്ഥനകളെല്ലാം ആരംഭിക്കുന്നത് സ്തുതിപ്പിലൂടെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഏതൊക്കെ പ്രാർത്ഥനകളാ? 1, വിശുദ്ധ കുർബാന സ്തുതിയുടെ പ്രാർത്ഥനയാണ്. 2, സ്വർഗസ്ഥനായ പിതാവേ. കണ്ടോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. ആദ്യം എന്ത് ചെയ്യാണ്? ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തെ ആരാധിക്കുകയാണ്. അപ്പൊ സ്തുതിപ്പ്. പിന്നെ വേറൊരു പ്രാർത്ഥന പറഞ്ഞേ, നന്മ നിറഞ്ഞ മറിയമേ. മറിയത്തിന്റെ നന്മ ദൂതന്റെ വാക്കുകളിലൂടെ അല്ലെങ്കിൽ എലീശ പുണ്യവതിയുടെ വാക്കുകളിലൂടെ നമ്മൾ സ്തുതിക്കുകയാണ്. മനുഷ്യാവതാര രഹസ്യങ്ങളെ നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയം. എപ്പോ പ്രാർത്ഥിക്കാൻ വന്നാലും ആദ്യം വന്നിട്ട് കർത്താവേ എനിക്ക് ജോലി വേണം, കർത്താവേ എനിക്ക് പൈസ വേണം എന്ന് വന്ന് പാടെ അങ്ങനെ തട്ടിയേക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? കർത്താവിന്റെ മനസ്സിലേക്കുള്ളൊരു ഇടനാഴി അച്ഛൻ പറയാണ്. ആദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ കർത്താവിനെ സ്തുതിക്കണം. കർത്താവേ അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് മഹത്വം. രാവിലെയാണ് പ്രാർത്ഥിക്കാൻ വരുന്നെങ്കിൽ കർത്താവിനോട് പറയാം, കർത്താവേ ഇന്ന് ഈ പ്രഭാതം നൽകിയതിന് അങ്ങേക്ക് നന്ദി, ആരാധന, മഹത്വം. ഇന്ന് എന്നെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ അങ്ങ് അടുക്കൻ ചിട്ടയോടെ നയിക്കണമേ. ആദ്യം കർത്താവിനെ സ്തുതിക്കണം. ഇനി വൈകുന്നേരം തിരിച്ച് കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് ആദ്യം തന്നെ വന്നിട്ട് കർത്താവേ എന്റെയും എന്റെ കുടുംബത്തെയും കാത്തുകൊള്ളെന്ന് പറയരുത്. ആദ്യം കർത്താവേ ഇന്ന് എന്നെയും എന്റെ കുടുംബത്തെയും കാത്തു പരിപാലിച്ചതിന്, എല്ലാ അപകടങ്ങളിൽ നിന്നും വഴി നടത്തിയതിനും പൊതിഞ്ഞു പിടിച്ചതിനും നന്ദി. സ്തുതി പറയണം. ആദ്യം കർത്താവിന് മഹത്വം കൊടുക്കണം, എന്നിട്ട് വേണം പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാൻ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം. എഫേസ്യസ് 5:19. എഫേസ്യസ് 5:19. പേജ് നമ്പർ ഒന്ന് വിളിച്ചു പറയോ? കിട്ടിയ ആൾക്കാരെങ്കിലും? എഫിഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 19. 289. 2:8-9. പുതിയ നിയമത്തിൽ കേട്ടോ. 2:8-9. വാക്യം 19. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. ഗാനാലാപനങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവാൻ. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഏത് പ്രാർത്ഥനയ്ക്ക് കർത്താവിന്റെ മുന്നിൽ മുട്ടുകുത്തിയാലും പ്രാർത്ഥിക്കാനിരുന്നാലും ആദ്യം നമ്മൾ സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവാൻ, ഗാനാലാപനങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവാൻ. വീണ്ടും പ്രഭാഷകൻ 43:30. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുന്ന് അതിനും ഉപരിയാണ്. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ. തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തുകയില്ല.
ഈ വട്ടായിലച്ചൻ പറയും എത്ര നേരം സ്തുതിക്കണമെന്ന് ചോദിച്ചു. ഒരിക്കലും ആരോ വട്ടായിലച്ചനോട് പറയും എത്ര നേരം സ്തുതിക്കണമെന്ന് ചോദിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞ മറുപടി ഇതാണ്, കൊതി തീരുവോളം സ്തുതിക്കണം. നിങ്ങൾക്ക് സ്തുതിച്ച് കൊതി തീർന്നോ? കൊതി തീർന്നോ? കൊതി തീരുമ്പോ നിങ്ങൾ മരിക്കണം. അതാണ് അച്ഛൻ്റെ ആഗ്രഹം. എൻ്റെ ആഗ്രഹം അതാണ്. എപ്പോഴാണ് സ്തുതിച്ച് കൊതി തീരുന്നത് അപ്പോൾ ഞാനും നിങ്ങളൊക്കെ മരിച്ചിട്ടുണ്ടാവണം. അതിനൊരു പരിധിയില്ല. വചനം പറയാണ്, ഈശോയെ സ്തുതിക്കാനും ഈശോയെ ആരാധിക്കാനും മഹത്വപ്പെടുത്താനും മനുഷ്യൻ എന്ന നിലയിൽ ഒരിക്കലും ഒരു പരിധി നിശ്ചയിക്കാൻ പറ്റത്തില്ല, പാടില്ല. വലതുകരമുയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നവരുടെ കാര്യമാണ് അച്ഛൻ പറഞ്ഞത്. ഇനി സ്തുതിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അച്ഛൻ പറഞ്ഞുതരാം. റോമ 1-ാം അധ്യായം 21-ാം വാക്യം. റോമ 1:21. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും, ദൈവത്തെ അറിയാം, അവർക്കും ഞങ്ങൾക്കൊക്കെ നമുക്കൊക്കെ ദൈവത്തെ അറിയാം. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. കണ്ടോ? അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തില് ആണ്ടുപോവുകയും ചെയ്തു. കണ്ടോ? ദൈവത്തെ സ്തുതിച്ചില്ലെങ്കിൽ, ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ, മഹത്വപ്പെടുത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന വചനം പറയുക? യുക്തിവിചാരങ്ങളിൽ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്യും എന്നാണ് അച്ഛൻ പറഞ്ഞത്. ഇന്നലെ അച്ഛൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങളൊന്ന് സ്തുതിച്ച് ഒന്ന് ഈശോയുടെ മുന്നിലേക്ക് വരിക. സ്തുതിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കർത്താവ് നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കർത്താവ് തരും. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പി ഈക്വൽ ടു എന്താ പ്രയറിലെ? പ്രൈസിങ്. കേട്ടോ? ഏത് പ്രാർത്ഥനകൾ ചൊല്ലുമ്പോ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഈശോയെ സ്തുതിക്കുക എന്നുള്ളതാണ്. ചെന്ന് ഇടിച്ചു കയറി എല്ലാ കാര്യവും കൂടി അവിടെ നികത്തി വെച്ചേക്കരുത്. നമ്മൾ കാണുന്നുണ്ടല്ലോ, ഈ 5,000 പേർക്ക് വാഴ്ത്തി വിഭജിച്ച് നൽകി കഴിയുമ്പോൾ കർത്താവ് തോണിയിലൂടെ മറുകരയ്ക്ക് ചെല്ലുന്നുണ്ട്. ചെന്ന് കഴിയുമ്പോൾ ജനങ്ങൾ അവിടെയും അവനെ പിന്തുടരുകയാണ്. അപ്പൊ കർത്താവ് പറയുന്നുണ്ട്, അപ്പം കഴിച്ച് വയറ് നിറഞ്ഞതുകൊണ്ടാണ് അവരെന്റെ പുറകെ നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അവരവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കർത്താവിന്റെ പുറകെ നടക്കുന്നത്. അങ്ങനെയുള്ളവരെ കർത്താവിനും പേടിയാണ്. മനസ്സിലാവുന്നുണ്ട്? കർത്താവ് അവരെ അവിടെ നിന്ന് പോയി എന്നാണ് വചനത്തിൽ പറയുക. കാര്യം നേടിയെടുക്കാൻ വേണ്ടി മാത്രം കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുന്ന ആളുകളാവരുത്. കർത്താവിനെ സ്തുതിക്കാനും കർത്താവിന് നന്ദി പറയാനും മഹത്വപ്പെടുത്താനും കൂടെ ഒരിടം നമ്മളെ കണ്ടെത്തും. അപ്പൊ ഒന്നാമത്തേത് പ്രൈസിങ്. ഇനി രണ്ടാമത്തെ ലെറ്റർ ഏതാ? R is equal to repentance. R is equal to repentance. repentance എന്ന് മലയാളത്തിൽ അനുതാപം അല്ലെ, മനസ്സുതിരിവ് എന്നൊക്കെ പറയാം. രണ്ടാമത് പ്രാർത്ഥിക്കുമ്പോ ഒരു വ്യക്തിക്ക് വേണ്ട കാര്യം അനുതാപമാണ്. അനുതാപമില്ലാതെ ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും കർത്താവ് കേൾക്കോ? കർത്താവ് കേൾക്കോ? ഹലോ, കേൾക്കോ? എനിക്കൊരു മനസ്സുതിരിവില്ലാതെ എന്ത് പ്രാർത്ഥിച്ചാലും കർത്താവ് കേൾക്കുമോ? കർത്താവ് കേൾക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ടാണ് നമ്മൾ ധ്യാനത്തിൽ എന്ത് ചെയ്യുക? നല്ല കുമ്പസാരമൊക്കെ നടത്തി, കൗൺസിലിംഗ് ഒക്കെ നടത്തി, പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞിട്ടാണ് നമ്മൾ പിന്നീട് കർത്താവിനോട് എല്ലാ കാര്യങ്ങളും മനസ്സ് തുറന്ന് ചോദിക്കുക. അപ്പോഴാണ് കർത്താവിന്റെ കൃപകൾ നമ്മളിലേക്ക് വരിക. പരിശുദ്ധാരൂപിയുടെ വരങ്ങളും ദാനങ്ങളും ഒക്കെ നമ്മളിലേക്ക് നിറയുക. അനുതാപത്തോടുകൂടെ വേണം നമ്മൾ കർത്താവിനോട് ഓരോ കാര്യങ്ങളും ചോദിക്കാൻ. വചനമെടുത്ത് സുഭാഷിതങ്ങൾ 28:13. എല്ലാവരും എടുത്തോ കേട്ടോ. സുഭാഷിതങ്ങൾ 28:13. തെറ്റുകൾ ഉണ്ടായിട്ട് അത് മറച്ചു വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാണ് വചനം നമ്മുടെ മുന്നിൽ പറയുക. ഓക്കെ, വായിക്കാം. തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. കണ്ടോ? നമ്മൾ അനുതാപത്തോടെ കർത്താവിന്റെ അടുത്തേക്ക് തിരിഞ്ഞാലാണ് കർത്താവിന്റെ കാരുണ്യം കിട്ടുക. അതല്ലെങ്കിൽ ഐശ്വര്യം ഉണ്ടാവത്തില്ല. ഒരു വ്യഭിചാരി, ഒരു മദ്യപൻ കർത്താവിന്റെ മുന്നിൽ വന്നിട്ട് എത്ര പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം എന്താ? ആ മനസ്സിൽ അനുതാപം ഉണ്ടായിട്ടില്ല. ആ പാപ വഴികള് വെറുത്തുപേക്ഷിക്കണം. പാപം ഇനി വേണ്ട, വിശുദ്ധിയിൽ ഞാൻ ജീവിക്കാൻ കർത്താവ് എന്നുള്ളൊരു തീരുമാനം എടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൃപയില് ജീവിക്കാനായിട്ട് സാധിക്കുക. അതായത് ഞാനിപ്പോ കഴുത്തോളം ബിരിയാണി കഴിച്ചെന്ന് വിചാരിക്കാം. കഴുത്തോളം ബിരിയാണി കഴിച്ചേക്കാണ്. എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ കഴുത്തോളം ബിരിയാണി കഴിച്ചേക്കാണ്. ഇത്രയും കഴിച്ചു. കുറച്ച് വെള്ളവും കുടിച്ചു. കുറച്ച് വെള്ളവും കുടിച്ചു. വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോ
കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ബിരിയാണി കഴിച്ചപ്പോൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അജീർണം പിടിച്ചു. കഴിക്കാവുന്നതിലും കൂടുതൽ കഴിച്ചേക്കാണല്ലോ, കഴുത്തിൻ്റെ അത്രയും കഴിച്ചേക്കാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഛർദിച്ച് കളഞ്ഞു. ബിരിയാണി ഛർദിച്ച് കളഞ്ഞു. വീണ്ടും ഞാൻ ഈ ഛർദിച്ച് കളഞ്ഞല്ലോ, ബിരിയാണി ഛർദിച്ച് കളഞ്ഞല്ലോ, വീണ്ടും ഞാൻ പോയി അപ്പം തന്നെ ബിരിയാണി കഴിക്കോ? ബിരിയാണി കഴിക്കോ? ആ അച്ഛൻ പറഞ്ഞ എക്സാമ്പിൾ എന്താണെന്നറിയാമോ? ഇനി ഛർദിച്ച് കളഞ്ഞു എന്നും പറഞ്ഞിട്ട് ഈ ഛർദിച്ച് കളഞ്ഞ ബിരിയാണി ഞാൻ വീണ്ടും വായിലേക്ക് ഇടോ? ഒരിക്കലും ഇടത്തില്ല. ഇത് നോക്കിയ പാപത്തിന്റെ അവസ്ഥ ഇതാണ്. നമ്മള് ഇങ്ങനെ ഈ ഛർദിച്ചു കളഞ്ഞ ബിരിയാണിയെ പോലെ ആയിരിക്കണം പാപത്തെ കാണേണ്ടത്. അറപ്പോടെ, വെറുപ്പോടെ. ഇന്നലെകളില് എന്റെ ജീവിതത്തിൽ ഛർദിച്ചു കളഞ്ഞ പാപങ്ങള് ഞാൻ അറപ്പോടെ, വെറുപ്പോടെ നമ്മൾ കാണണം. ഒരിക്കലും അത് വീണ്ടും എടുത്ത് വിഴുങ്ങരുത്. ഈ ധ്യാനം കഴിഞ്ഞ് നിങ്ങൾ പോയി കഴിയുമ്പോൾ നിങ്ങൾ ബിരിയാണിയൊക്കെ ഛർദിച്ചിട്ടാ പോകുന്നത്. ഇവിടെ മനസ്സിലാവുന്നുണ്ടോ? വീണ്ടും ഇതേ ബിരിയാണി എടുത്ത് വീണ്ടും വായിലേക്ക് വെക്കരുത്. അപ്പോൾ ഈ ഓർമ്മ വേണം. ഇവിടെ വന്നിട്ട് തീരുമാനിച്ചേക്കാണ് ഇനി ഞാൻ മദ്യപിക്കത്തില്ല. വീണ്ടും തിരിച്ചു എന്നിട്ട് അതേ വേർപ്പം ആ അശുദ്ധി എടുത്ത് വീണ്ടും വായിലേക്ക് കമത്തരുത്. ഇവിടെ വന്നിട്ടൊരു തീരുമാനം എടുത്തേക്കാണ് ഇനി ആരെയും കുറ്റം പറയത്തില്ല, ഇനി ആരെയും ഞാൻ വേദനിപ്പിക്കത്തില്ല. പക്ഷെ വീണ്ടും തിരിച്ചു എന്നിട്ട് അത് തന്നെ ചെയ്യുമ്പോൾ ഓർത്തോ, ഇതേ വിഴുപ്പെടുത്ത് വായിലേക്ക് വീണ്ടും വെക്കാണ്, ഇതേ അശുദ്ധി ഞാൻ വീണ്ടും ചെയ്യാണ്. പാപത്തെ നമ്മൾ അത്രമാത്രം വെറുക്കണം. ഈ പാപം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമോ? പ്രാർത്ഥന കേൾക്കാതിരിക്കത്തില്ല, പക്ഷേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാവത്തില്ല. വചനം പറയത്തില്ല, നീതിമാന്റെ പ്രാർത്ഥന ദൈവത്തിന് കൂടുതൽ സ്വീകാര്യമാണ്. വലതുകരം ഉയർത്തി പറഞ്ഞു മത്തായി 5:8, ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും വലതുകരം ഉയർത്തി പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജെറമിയ 13:27 എടുത്ത്. ജെറമിയ 13:27 പെട്ടെന്ന് വിട്ട് നിൽക്കണം കേട്ടോ. ജെറമിയ 13:27. എന്നാണ് നീ ശുദ്ധിയാവുക. കണ്ടോ, നിന്റെ മ്ലേച്ഛതകളും വ്യഭിചാരങ്ങളും വിഷയാസക്തിയുടെ സീൽക്കാരവും കാമാന്തമായ വേശ്യാവൃത്തികളും നാട്യംപുറത്തും മലകളിലും ഞാൻ കണ്ടു. ജെറുസലേമേ നിനക്ക് ദുരിതം. എന്നാണ് നീ ശുദ്ധിയാവുക. എന്തിനാണ് നമ്മളെ ശുദ്ധിയാകാനായിട്ട് ദൈവം വിളിക്കുന്നത്? കാരണം വിഷയാസക്തിയും കാമാന്തതയും അശുദ്ധിയൊക്കെ നമ്മളിൽ ഉണ്ടെങ്കിൽ ദൈവം ജെറുസലേമിന് നൽകാൻ ആഗ്രഹിക്കുന്ന കൃപകളൊന്നും ജെറുസലേമിലേക്ക് വരത്തില്ല. മറ്റ് പിശാച് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നൊരു വഴിയും കൂടി അച്ഛന് പറയാനായിട്ട് ആകെ 2 വഴികളുണ്ട്. രാവിലെ ഞാൻ വിട്ടുപോയ 2 വഴികളാണ്. ഈ 2 കാര്യങ്ങൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാലും കൂടെ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാനുള്ള സാധ്യതകൾ കുറവാണ്. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയാമോ? മാപ്പ് കൊടുക്കാത്ത മനസ്സ്. മാപ്പ് കൊടുക്കാത്ത മനസ്സ് ഉണ്ടെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എൻ്റെ മനസ്സിൽ ആരോടെങ്കിലും വെറുപ്പം വിദ്വേഷം ഉണ്ടെങ്കിൽ ഞാനും എൻ്റെ ദൈവത്തിന് ഇടയിൽ ഒരു മതിൽ പണിത് കഴിഞ്ഞു. അപ്പൊ ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ ഈ അനുതാപം യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കത്തില്ല. ദൈവിക കൃപ, നമ്മൾ എത്ര പള്ളിയിൽ പോയാലും, നമ്മൾ എത്ര കൃപാസന ഉടമ്പടി എടുത്താലും, എത്ര പ്രാവശ്യം നമ്മൾ വേളാങ്കണ്ണി പോയി പ്രാർത്ഥിച്ചാലും, ഇനി ഇറ്റലിയിൽ പോയി പോപ്പിന്റെ കൈമുത്തിയാലും ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ നമ്മളിലേക്ക് കൃപ വരത്തില്ല, ഒരിക്കലും വരത്തില്ല. അതാണ് മത്തായി 5-ാം അധ്യായത്തിൽ പറയുന്നത്, നിന്റെ സഹോദരനോട് നിനക്ക് വെറുപ്പുണ്ടെന്ന് നിനക്ക് തോന്നിയാൽ ആദ്യം ബലിവസ്തു ബലിപീഠത്തിന് മുന്നിൽ ഉപേക്ഷിച്ചിട്ട് ആദ്യം പോയി അവനുമായി രമ്യതപ്പെടുക, എന്നിട്ട് വന്ന് ബലിയർപ്പിക്കുക. കണ്ടോ, നമുക്ക് അവനുമായിട്ട് രമ്യതയിൽ വരണം, അനുതാപമുണ്ടാകണം. അങ്ങനെ ദൈവത്തിങ്കലേക്ക് തിരിയാവൂ. വലതുകരമുയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ P for ബുക്കിൽ നോക്കണ്ട. P for പ്രൈസിംഗ് എന്ന് പറഞ്ഞ മലയാളത്തില് സ്തുതിക്കുക. ദിയ ഒന്നാമത്തെ എന്താ? പ്രൈസിംഗ്, സ്തുതിക്കുക. രണ്ടാമത്തെ എന്താ? ആർ മീൻസ് റെപ്പന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അനുതാപം. അനുതാപത്തോടുകൂടെ ഞാനിപ്പോ വല്ലാതെ വ്യഭിചാരം എന്ന പാപത്തിൽ കിടക്കുകയാണ്, ഞാനിപ്പോ വല്ലാതെ വിദ്വേഷത്തിലും വെറുപ്പിലുമാണ്. എത്ര മുട്ടിയാലും ആ മുട്ടല് മാത്രം ഉണ്ടാവുള്ളൂ, പ്രത്യേകിച്ച് ജീവിതത്തിൽ കാര്യമൊന്നും നടക്കാൻ സാധ്യതയില്ല. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ കുമ്പസാരിച്ചിട്ടാണ് ആന്തരിക വിടുതൽ ഈ ധ്യാനത്തിലേക്കും അല്ലെങ്കിൽ എന്താണ് ആന്തരിക വിടുതൽ ഈ അഡോറേഷനിലേക്ക്, ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. എല്ലാ വെറുപ്പും എല്ലാ വിദ്വേഷവും എത്ര വേദനിപ്പിച്ച വ്യക്തികളാണെങ്കിലും നമ്മൾ
അവരോടൊന്ന് ക്ഷമിക്കാനും പൊറുക്കാനൊക്കെ പരിശ്രമിക്കുക. ഈ മനുഷ്യരെ കർത്താവ് ബൈബിളിൽ വിളിക്കുന്ന ഒരു പേര് പറഞ്ഞു തരാവോ? ഒരു മൃഗത്തിന്റെ പേര് കൂട്ടിയാ വിളിക്കാറ്. പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മനുഷ്യനെ ദൈവം ഒരു പേര് കൂട്ടി വിളിക്കും. ഒന്ന് പറഞ്ഞു തരാവോ? അണലി സന്തതികളെ. വെരി ഗുഡ്, അത് യോഹന്നാൻ വിളിച്ചത്. അണലി സന്തതികളെ, ആസന്നമായ മരണത്തിൽ നിന്ന് നിങ്ങൾ ഓടിയകലവേ, അത് യോഹന്നാൻ വിളിച്ചത്. ഈശോ വിളിക്കുന്ന ഒരു പേരുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തില്. ഒരു മൃഗത്തോട് മനുഷ്യനെ ദൈവം താതാത്മ്യപ്പെടുത്തുന്നുണ്ട്. ഒന്ന് പറഞ്ഞു തരാമോ? മനുഷ്യനെ ആട്. എന്റെ അപ്പച്ച ഇത്രയും സൗന്ദര്യം കൊണ്ട് ഫ്രണ്ടിൽ ഇരുന്നിട്ട് അത് തന്നെ പറഞ്ഞു കളഞ്ഞല്ലോ. ആ ആട്, ഞാൻ നിങ്ങളുടെ ഇടയനും നിങ്ങൾ എന്റെ അജഗണവുമായിരിക്കും. ഞാൻ നല്ല ഇടയനാണ്, എന്റെ ആടുകൾ എന്റെ സ്വരം ശ്രവിക്കുന്നു. അങ്ങനെയൊക്കെ പറയുന്ന ഓർക്കുന്നില്ല യോഹന്നാന്റെ സുവിശേഷത്തില്? ആടെന്നാ വിളിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം ആടെന്ന് വിളിച്ചതെന്നറിയോ? ഈ ആടിന്റെ ഒരു പ്രത്യേകത എന്തെന്നറിയാമോ? ആടിനെ നമ്മൾ കൂട്ടിന്ന് അയച്ചു വിട്ടു കഴിഞ്ഞാൽ ഇതുങ്ങൾ കൂട്ടത്തോടെ പോകും. ഒരു തള്ളയാട് ഫ്രണ്ടിൽ പോകും, ഡോമിനന്റ് ആയിട്ടുള്ള ആടുണ്ടാവും കൂട്ടത്തില്. ഇതിന്റെ പുറകെ വാലാട്ടി എല്ലാം കൂടി ചെല്ലും. എല്ലാം കൂടി ചെന്നിട്ട് അവസാനം നമ്മൾ ഈ തള്ളനെ കെട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ അതിന്റെ ചുറ്റത്തും വന്നിങ്ങനെ വന്ന് നിൽക്കും. തള്ളനെ കെട്ടും, കുഞ്ഞുങ്ങളെ എല്ലായിടത്തും കെട്ടിവെക്കും, എന്നിട്ട് പോകുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കയറിന് നീട്ടുണ്ടാന്ന് നോക്കണം. കയറിന് നീട്ടുണ്ടാന്ന് നോക്കണം. നീട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? തൊട്ടടുത്ത് മരങ്ങളുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇത് ചുറ്റി വരിഞ്ഞ് കഴുത്ത് മുറുകി ചത്തുപോകും. ഇതാണ് ഈ ആടിന്റെ പ്രത്യേകത. ആടിന് നല്ല മൃഗമാണ്, അമ്മച്ചി പറഞ്ഞ പോലെ ഭയങ്കര സ്നേഹമാണ്, ഷെപ്പേഡിന് പുറകെ പോകുന്നതാണ്, ഹേർഡ് സംസ്കാരമൊക്കെ ഉള്ളതാണ്, എല്ലാം ഉണ്ട്. ആടിനെ കാണാനും നല്ലതാണ്, ആട് നല്ല സ്നേഹമാണ്, ആട് നല്ല ജീവിയാണ്, നിഷ്കളങ്കമായ ജീവിയാണ്. പക്ഷെ ആടിന് വിവേകമില്ല. മനസ്സിലാവുന്നുണ്ടോ? ആടിനെല്ലാം ഉണ്ട്, പക്ഷെ ആടിന് വിവേകമില്ല. വെറുതെ അല്ല കർത്താവ് നമ്മളെ എന്താ വിളിച്ചത്? നല്ല മനുഷ്യരാണ് നിങ്ങളെല്ലാവരും. ഈ പഞ്ചായത്തിൽ നിങ്ങളെക്കാളും നല്ല മനുഷ്യരെ കാണാൻ പറ്റത്തില്ല. എന്നെ പോലത്തെ ഒരച്ഛനെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ ഞാനും ആരാണ്? ആടാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയനും നിങ്ങൾ എന്റെ അജഗണവുമാണ്, എന്റെ ആടുകളുമാണ്. ഈ ഇടയന് മാത്രമേ അജഗണത്തെ അറിയാൻ പാടുള്ളൂ. ഈ ഇടയന് മാത്രമേ ആടുകളെ കൃത്യമായിട്ട് അറിയാൻ പാടുള്ളൂ. എന്റെ സ്വരം കേൾക്കുമ്പോൾ എന്റെ ആടുകൾ ആലയിലേക്ക് വരുന്നു. ഈ ഇടയന് മാത്രമേ കർത്താവിന് അറിയാൻ പാടുള്ളൂ. നിങ്ങളും നമ്മളൊക്കെ നല്ല വ്യക്തികളാണ്, പക്ഷെ നമ്മൾ ആരാണ്? നമ്മൾ ആടുകളാണ്. നമ്മൾ നിർമ്മലരായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരാണ്, പക്ഷെ നമ്മൾ ആരാണ്? ആടുകളാണ്, നല്ല ജീവികളാണ്. പക്ഷെ നമുക്ക് പലപ്പോഴും വിവേകമില്ല. അപ്പൊ രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തേത് P for പ്രൈസിങ്, പിന്നെന്താ R repentance. ഇനി മൂന്നാമത്തേത് A is equal to ask. ചോദിക്കണം. മൂന്നാമത്തെ കാര്യം ഇതാണ്, ചോദിക്കണം. മത്തായി 7:7 എടുക്കാം. മത്തായി 7:7 വളരെ ഫേമസ് ആയിട്ടുള്ള ബൈബിൾ വേഴ്സ് ആണ്. മത്തായി 7:7 ചോദിക്കുവേൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവേൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവേൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. കർത്താവ് പറയാണ്, ചോദിക്കുവേൻ, നിങ്ങൾ വേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കുവേൻ. ചോദിച്ചും കർത്താവ് തരും, ചോദിക്കാതെയും കർത്താവ് തരും. പക്ഷെ കർത്താവിന് എന്തെന്നറിയാമോ? ചില സമയത്ത് നമ്മൾ പ്രസന്റ് ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണ്. കർത്താവ് ഇന്ന കാര്യം എനിക്ക് ആവശ്യമാണ്, ഇന്നതെനിക്ക് വേണം, ഇന്ന സൗഖ്യം എനിക്ക് വേണം. അത് കർത്താവിന്റെ മുന്നിൽ വന്നിരുന്ന് പറയുമ്പോൾ കർത്താവിന്റെ മുന്നിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാണ്, ചെറുതാവുകയാണെന്നുള്ള ഒരു തുറവി കർത്താവിന് കിട്ടും. അപ്പൊ കുറേയും കൂടി കർത്താവിന് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരാൻ പറ്റും. സുവിശേഷങ്ങളിൽ ഒരുപാട് തെളിവുകളുണ്ട്. ജൈറോസ് എന്നിട്ട് പറയുന്നില്ല, എന്റെ മകള് മരിക്കാറായി കിടക്കാണ്, വരണം. കണ്ടോ? കർത്താവിന്റെ മുന്നിൽ വന്ന് ചോദിക്കുകയാണ്. രക്തസ്രാവക്കാരി എന്ത് ചെയ്യുന്നു? കർത്താവിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പില് തൊടുന്നു. കണ്ടോ? കർത്താവിന്റെ മുന്നിൽ അവളുടെ ആവശ്യം പ്രസന്റ് ചെയ്യാണ്, ചോദിക്കുകയാണ്. വീണ്ടും നമ്മൾ കുഷ്ഠരോഗിയായ മനുഷ്യൻ വന്നിട്ട് അവന്റെ കുഷ്ഠമൊക്കെ കാണിച്ചു കൊടുക്കണം. കണ്ടോ? ഇതാണ് എന്റെ കുഷ്ഠം. നമുക്ക് കർത്താവിന്റെ മുന്നിൽ നമ്മളെ തന്നെ തുറന്നു കാണിക്കാനായിട്ട് പറ്റണം. നമ്മളെ തന്നെ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ തുറന്നു കാണിക്കാനായിട്ട് പറ്റണം. കർത്താവിനോട് ചോദിക്കാൻ പറ്റണം. വലതുകരമുയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. P for പ്രൈസിങ്, പിന്നെ R repentance, പിന്നെ
ആസ്ക്. എ ഈസ് ഈക്വൽ ടു ആസ്ക്. അടുത്തത് വൈ ഈസ് ഈക്വൽ ടു യെസ് ആറ്റിറ്റ്യൂഡ്. വൈ ഈസ് ഈക്വൽ ടു യെസ് ആറ്റിറ്റ്യൂഡ്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരിക്കലും എന്റെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കേണ്ട ഒരു സ്ഥലമല്ല. ഈ ആൻമരിയൊക്കെ ഒരു ബെൻസ് കാറ് വേണമെന്ന് വിചാരിച്ചോ. ആൻമരിയെ വന്നിട്ട് കർത്താവിനോട് പറയണം, കർത്താവെ ബെൻസ് കാറ് കിട്ടിയേ പറ്റൂ, ഇല്ലാണ്ടത് പറ്റത്തില്ല. ഒരിക്കലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരിക്കലും എൻ്റെ ആവശ്യങ്ങൾ വന്ന് അടിച്ചേൽപ്പിക്കേണ്ട സ്ഥലമല്ല. മറിച്ച് ആൻമരി അങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ്, കർത്താവെ ഒരു ബെൻസ് കാറ് വേണമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു ബെൻസ് കാറ് തന്നേക്ക്. കണ്ടോ, പ്രാർത്ഥന എന്ന് പറയുന്ന ഇടം എപ്പോഴും ഈശോയുടെ ഇഷ്ടം കണ്ടെത്തേണ്ട, ഈശോയുടെ ഹിതം കണ്ടെത്തേണ്ട ഒരിടമാണ്. ലൂക്കാ 22:42 എടുത്തൊന്ന് വായിച്ച്. ലൂക്കാ 22:42. പിതാവേ അങ്ങേ ഹിതമാകുന്നുവെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റിക്കളയണമേ, എങ്കിലും എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ. കണ്ടോ, പ്രാർത്ഥന എന്ന് പറയുന്ന ഇടം എപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടം കണ്ടെത്തേണ്ട ഒരിടമാണ്. പലപ്പോഴും എന്തു പറ്റുമെന്നറിയാമോ, പലചരക്ക് കട പോലെ ദൈവത്തെ ട്രീറ്റ് ചെയ്യും, സ്റ്റേഷനറി സ്റ്റോർ പോലെ ട്രീറ്റ് ചെയ്യും. ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. വരും, പ്രാർത്ഥനയാകുന്ന പണം കൊടുക്കും, സ്റ്റേഷനറി കൊണ്ടുപോയി പൈസ കൊടുത്ത് കഴിഞ്ഞിട്ട് സാധനം മേടിക്കുന്ന പോലെ പ്രാർത്ഥന കൊണ്ടുവന്ന് കർത്താവിന്റെ അടുത്ത് കൊടുക്കും, കർത്താവിന്റെ നിന്ന് കൃപയും മേടിച്ചിട്ട് പോകും. ഇനി ആ കൃപ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല ആള്. ആ പോയ പോക്കിൽ പുല്ല് പോലും മുളക്കത്തില്ലെന്ന് പറയുന്ന പോലെ അങ്ങോട്ട് പോയി കളയാള്. ഒരിക്കലും പ്രാർത്ഥന എന്ന് പറയുന്നത് എന്റെ ഇഷ്ടം കണ്ടെത്തേണ്ട ഒരിടമല്ല, ഈശോയുടെ ഇഷ്ടം കണ്ടെത്തേണ്ട ഒരിടമാണ്. അത് യെസ് ആറ്റിറ്റ്യൂഡ് പറയണം. കർത്താവ് എന്ത് പറഞ്ഞാലും, കർത്താവ് ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞില്ലേ, കർത്താവ് പറയുന്ന 3 മറുപടികൾ എന്താ? 1, പ്രാർത്ഥിക്കാൻ ചെന്ന് കഴിഞ്ഞാ 1 യെസ് പറയും, 2 നോ, 3 എന്ത് പറയും? വെയിറ്റ്. കർത്താവ് എന്ത് മറുപടി പറഞ്ഞാലും, യെസ് പറഞ്ഞാലും യെസ് മൈ ലോർഡ്, നോ പറഞ്ഞാലോ യെസ് മൈ ലോർഡ്, ഇനി വെയിറ്റ് എന്ന് പറഞ്ഞാലോ യെസ് മൈ ലോർഡ് എന്ന് പറഞ്ഞിട്ട് മേടിച്ചതും കിട്ടിയിട്ട് വീട്ടിൽ പോയിരിക്കാനായിട്ട് നോക്കണം. അപ്പൊ വൈ ഫോർ യെസ് ആറ്റിറ്റ്യൂഡ്, യെസ് മനോഭാവം ഉണ്ടാകണം. ഇനി അടുത്ത വാക്ക് ഏതാ? ഈ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എൻജോയ്. എഴുതിക്കോ, എൻജോയ്. ഈസ് ഈക്വൽ ടു എൻജോയ്. സെലിബ്രേറ്റ് ചെയ്യണം. പ്രാർത്ഥിച്ചു, കർത്താവ് പറഞ്ഞു വേണ്ട, വെയിറ്റ്, നോ, കർത്താവ് എന്ത് മറുപടി പറഞ്ഞു ആ മറുപടി ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് അടുത്തത് സെലിബ്രേഷനാണ്. കർത്താവിന്റെ ലൈഫിന്റെ ഒരു പ്രത്യേകത, കർത്താവ് വളരെ സെലിബ്രേറ്റിയാണ്. പണ്ട് ഈ ഫേസ്ബുക്കും വാട്സപ്പും യൂട്യൂബും ഒന്നും ഉണ്ടായില്ല. എന്നിട്ടും ഈ പുള്ളിക്കാരന്റെ പ്രസംഗം കേൾക്കാനായിട്ട് എത്ര ആയിരക്കണക്കിന് ആൾക്കാരാണ് വന്നത്. കർത്താവിന്റെ ഒരു പ്രത്യേകതയാണ്, കർത്താവിനോട് കൂട്ടുകൂടിക്കഴിഞ്ഞാൽ ലൈഫ് എൻജോയ് ആണ്, അടിപൊളിയാണ്, സൂപ്പറാണ്. കർത്താവ് സീനിലേക്ക് വന്നു കഴിഞ്ഞാൽ സെലിബ്രേഷനാണ്. നിങ്ങൾ ഇവിടെ വന്നേക്കാണ്, പല വേദനയും ഞെരുക്കമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും, അവിടെ ഇരിക്കട്ടെ. കർത്താവ് ജീവിതം ആഘോഷിക്കുന്ന ഒരാളാണ്. ഏട്ടാ ആഘോഷിക്കണം, ഈശോയുടെ ഒപ്പം ആഘോഷിക്കണം. എന്ത് വേദന ഉണ്ടെങ്കിലും അമ്മച്ചിമാരെ അപ്പച്ചന്മാരെ ഈശോ വന്നു, മാറി. ഇനി എൻജോയ് യുവർ ലൈഫ്, സെലിബ്രേറ്റ് യുവർ ലൈഫ്, ആഘോഷിക്കും നിങ്ങൾ ഈശോയുടെ ഒപ്പം. പി പ്രൈസിങ്. പ്രൈസിങ് എന്ന് പറഞ്ഞ അച്ഛൻ എന്തൊക്കെയാ പറഞ്ഞ ഓർക്കുണ്ടോ? സ്തുതിക്കുക എന്നാ പറഞ്ഞു. കിട്ടി. 2 ആർ മീൻസ് റെപ്പനൻസ് എന്ന് പറഞ്ഞ അനുതാപം. അനുതാപത്തോടു കൂടെ വേണം നമ്മൾ ചെല്ലാൻ. പാപ വഴികൾ ഉപേക്ഷിച്ചിട്ട് വേണം കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലാൻ. പാപം കൊണ്ട് ഉരുണ്ട് കർത്താവിന്റെ അടുത്ത് നിന്ന് കർത്താവ് പ്രാർത്ഥനയൊന്നും കേൾക്കത്തില്ല. കർത്താവിനും നമ്മുടെ ഇടയിൽ ഒരു പാറ പണിയപ്പെട്ടു എന്നും മനസ്സിലാക്കിയേക്കാം. 3 ആസ്ക്. എന്ത് ചെയ്യണം? ചോദിക്കണം. ഞാൻ എൻ്റെ അപ്പന്റെ മോനാണ്, ഞാൻ ജാരസന്തതിയല്ല, എൻ്റെ അപ്പന്റെ മോനാണ്, എൻ്റെ അപ്പനാണത്. എൻ്റെ അപ്പനോട് ഞാൻ എല്ലാ കാര്യങ്ങളും ചോദിക്കണം. മത്തായി 7:7 ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്കായി തുറന്നു കിട്ടും. ഓക്കെ, ഇനി അടുത്തത് വൈ മീൻസ് യെസ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് കർത്താവ് തന്നാലും യെസ് മൈ ലോർഡ്. യെസ് പറഞ്ഞാലും യെസ് മൈ ലോർഡ്, നോ പറഞ്ഞാലും യെസ് മൈ ലോർഡ്, വെയിറ്റ് പറഞ്ഞാലും യെസ് മൈ ലോർഡ്. ജീവിതത്തിൽ എന്ത് സഹകരണം തന്നാലും എന്ത് കർത്താവ് ഗിഫ്റ്റ് തന്നാലും യെസ് ലോർഡ് എന്ന് പറയാനായിട്ട് കഴിയണം. ഇനി അടുത്തതോ ഇ ഫോർ എൻജോയ്, സെലിബ്രേറ്റ് യുവർ ലൈഫ് വിത്ത് ദ ലോർഡ്. കേട്ടോ. ഇനി അവസാനത്തേത് ആർ. താങ്ക് യു കേട്ടോ, താങ്ക് യു സോ മച്ച് കേട്ടോ, സൂപ്പറാണ്, താങ്ക് യു. ആർ ഈസ് ഈക്വൽ ടു ആർ റെസ്പോണ്ട്. RESPOND, റെസ്പോണ്ട്.
റെസ്പോണ്ടിന്റെ മലയാളം എന്താ? പ്രതികരിക്കുക. പ്രതികരിക്കുക. ഇത്രയും നേരം അച്ഛൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ന് ഈശോയെ പ്രൈസ് ചെയ്യുക, അനുദപിക്കുക, പിന്നെ ചോദിക്കുക, പിന്നെ യെസ് ആറ്റിറ്റ്യൂഡ് പറയുക, എൻജോയ് ചെയ്യുക. ഇനി അവസാനം നമ്മൾ ചെയ്യേണ്ട കാര്യം റെസ്പോണ്ട് ചെയ്യുക. കർത്താവ് നമുക്ക് കൃപയ്ക്ക് മുകളില് കൃപ തന്നുകൊണ്ടിരിക്കുകയാണ്. ഈശോ നമ്മളെ ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈശോയോട് നമ്മൾ പ്രതികരിക്കേണ്ടത് വിശ്വാസത്തിലൂടെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈശോയോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കേണ്ടത്? ഒരു ചിന്തയും കൂടി ഉള്ളൂ, കൂടെ പിടിച്ചോ കേട്ടോ. ഒരൊറ്റ ചിന്തയും കൂടി ഉള്ളൂ. പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ്? വിശ്വാസത്തിലൂടെ. വിശ്വാസത്തിലൂടെ. ഐ വിൽ റെസ്പോണ്ട് ടു ദ ലോർഡ് ത്രൂ മൈ ഫെയ്ത്ത്. എന്റെ വിശ്വാസത്തിലൂടെ ദൈവത്തിന് നല്ലൊരു പ്രതികരണം, ദൈവത്തിന് നല്ലൊരു മറുപടി ഞാൻ നൽകും. മാർക്കോസ് 16 അധ്യായം 15 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ എടുത്ത്. മാർക്കോസ് 16, 15, 16. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കണമെന്നാണ്, വിശ്വാസത്തിലൂടെ മറുപടി നൽകണമെന്നാണ് കർത്താവ് നമ്മോട് ഓരോരുത്തരോടും പറയുന്നത്. റോമ 10:9 അച്ഛൻ വായിച്ചോളാം. യേശു കർത്താവാകുന്നുവെന്ന് നിന്റെ അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. വിശ്വസിക്കണം, പരിപൂർണമായി കർത്താവിൽ വിശ്വസിക്കണം. കർത്താവെ, എന്റെ പ്രാർത്ഥനകളെല്ലാം കേൾക്കുന്നുണ്ടെന്നും അങ്ങനെ നയിക്കുന്നുണ്ടെന്നും അങ്ങറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലെന്നും ഒരു തലമുടിയുടെ പോലും കൊഴിയുന്നത് അങ്ങ് അറിയുന്നുണ്ടെന്നും പരിപൂർണമായി വിശ്വസിച്ച് നടക്കണം. ഞാൻ കുറച്ചും കൂടി കടന്നു പറയും, അന്ധമായിട്ട് അങ്ങോട്ട് ചാടി വിശ്വസിച്ചേക്കുക കർത്താവിനെ. ഈ ചില ആളുകളുണ്ട് കേട്ടോ, അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുന്ന ചില ആളുകളുണ്ട്. ഈ വിശ്വാസമുള്ളവനോട് നമ്മൾ എന്തു പറഞ്ഞാലും വിശ്വസിക്കും. വിശ്വാസമില്ലാത്തവരോട് എന്തു പറഞ്ഞാലും അവർ വിശ്വസിക്കത്തില്ല. സിമ്പിൾ ലോജിക്കാണ്. ഇപ്പോ അപ്പച്ചന് വിശ്വാസം ഉണ്ടെങ്കിൽ യേശു രോഗങ്ങൾ സൗഖ്യപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ അപ്പച്ചൻ വിശ്വസിക്കും. അപ്പച്ചനൊരു നിരീശ്വരവാദിയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ചില ആളുകളുണ്ട്. ഇന്നലെ ഒരു അമ്മച്ചി എന്നെ കാണാൻ വന്നേക്കാട്ടോ, ഞാൻ പറഞ്ഞൊന്നും അറിയത്തില്ല. ഇന്നലെ രാവിലെ ഒരു അമ്മച്ചി കാണാൻ വന്നേക്കാണ്, കൊയിലാണ്ടി ഭാഗത്ത് നിന്ന് എന്നെ കാണാൻ വന്നേക്കാണ്. ഈ അമ്മച്ചി ഒരു പ്രാവശ്യം ടോയ്ലറ്റിലായിട്ട്, ഹിന്ദു സ്ത്രീയാണ്, മക്കൾക്കൊക്കെ വിരോധമാണ് ഇവർ ഈ ബൈബിൾ വായിക്കുന്നത്, ജപമാല ചൊല്ലുന്നതൊക്കെ. എന്നിട്ട് എന്തു പറ്റിയെന്നറിയാമോ? ഒരു പ്രാവശ്യം ടോയ്ലറ്റിൽ വീണു, നട്ടലിന്റെ ഡിസ്കിന് ബൾജായി. ഈ അമ്മേനെ എടുത്തോണ്ട് ആശുപത്രി പോയേക്കാണ്. OPയിൽ ഇങ്ങനെ കിടത്തുന്ന സമയത്ത് ഈ മോൻ പറയാണ്, നിങ്ങൾക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്? ആ പുള്ളീനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ വീണതും നടു ബൾജായി കിടക്കുന്നത്. അപ്പൊ അമ്മ പറഞ്ഞു, ഇല്ല അങ്ങനെയൊന്നുമല്ല, അതുകൊണ്ടൊന്നുമല്ല, ഞാൻ കാണിച്ചുതരാം, എന്റെ ഈശോ നിമിഷങ്ങൾക്കുള്ളിൽ സുഖപ്പെടുത്തുന്നത് ഞാൻ കാണിച്ചുതരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നെ ഫോൺ വിളിച്ചു. ഞാൻ ആദ്യത്തെ പ്രാവശ്യം ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ എടുത്തില്ല. രണ്ടാമത്തെ പ്രാവശ്യം വിളിച്ചെടുത്തില്ല. 4-5 പ്രാവശ്യം ഒരു വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തു. മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് പറയുന്നത് വെറുതെ അല്ല, ഞാൻ എടുത്തു. ഞാൻ പറഞ്ഞു, ഒരു മിനിറ്റ് കേട്ടോ, ഒരമ്മച്ചി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛാന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ സ്ട്രെച്ചറിൽ കിടക്കാണ്, ഇവിടെ എന്റെ മോനെ ഇങ്ങനെ കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അച്ഛനൊന്ന് കണ്ണടച്ചേ. അച്ഛനൊന്ന് കണ്ണടച്ചിട്ട് എന്റെ തലയിൽ കൈവെക്കുന്നത് പോലെ ഒന്ന് മനസ്സിൽ കണ്ടിട്ടൊന്ന് ബന്ധിച്ച് പ്രാർത്ഥിച്ചേന്ന് പറഞ്ഞു. അച്ഛൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഈശോ തൊടുമെന്ന് പറഞ്ഞു. വിശ്വാസമില്ലാത്തവനോട് എന്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ല. വിശ്വാസമുള്ളവനോട്, അന്ധമായി വിശ്വസിക്കുന്ന വ്യക്തികൾ, യേശു എന്നെ തൊടുവെന്ന് വിശ്വസിക്കുന്ന വ്യക്തികളോട് നമ്മൾ എന്ത് ചെയ്താലും ഈസി ആയിട്ട് അവരിൽ ഹീലിംഗ് നടക്കും. ഉറപ്പായിട്ട് വിശ്വാസമുണ്ട്, ഈശോ ജീവിക്കുന്നുണ്ട്, ഈശോ എന്നെ തൊടുന്നുണ്ട്. എന്നിട്ട് ഞാനിങ്ങനെ കണ്ണടച്ച്, ഈശോയെ ഈ അമ്മയുടെ വിശ്വാസത്തെ അങ്ങ് എടുത്തു ഉയർത്തണമേ. നട്ടലിന് ബൾജ് വന്ന് കിടക്കാണ് പാപം, കുടുംബക്കാരെ മുഴുവനും അങ്ങേ വിശ്വസിച്ചുകൊണ്ട് കുത്തി പറയാണ്, ഈശോ ഈ നിമിഷം പുരോഹിതൻ പ്രാർത്ഥിക്കുകയാണ്, അമ്മയെ തൊട്ട് സുഖമാക്കണമെന്ന് പറഞ്ഞു. തൊട്ട് ഈ നിമിഷം സുഖമാക്കണമെന്ന് പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ ഈ രോഗത്തെ ഞാൻ ബന്ധിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അത് കഴിഞ്ഞിട്ട് ഫോണും വെച്ചിട്ട് അച്ഛനോട് സംസാരിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം വ്യാഴാഴ്ച ദിവസം സെയിന്റ് ജോസഫില് ഞാൻ ആരാധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്മച്ചി കുണ്ടിട്ടം കൊടുത്തിട്ട് ഓടി വന്നേക്കാണ് എൻ്റെ അടുത്ത്, നട്ടലിന് വഴിച്ചുള്ള ആള്. എന്റെ കണ്ണ്, ഞാനെന്ന് എനിക്ക് മനസ്സിലായി, കർത്താവ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, വിളിച്ചാ എന്റെ കർത്താവേ എന്ന് വിളിച്ച ആ സമയത്ത് വിശ്വാസം കൊണ്ട് വിളിച്ചാല്, വിശ്വാസത്തിന്റെ കണ്ണുകളോടെ വിളിച്ചാല് ഇറങ്ങി വരുന്ന ഒരാളാണെന്ന്. അമ്മച്ചി ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ, എന്നെ അങ്ങോട്ട് കൈയൊക്കെ പിടിച്ച് തുരുതിരാ ചുംബിക്കുകയാണ്. ഞാൻ പറഞ്ഞു, അയ്യോ നീങ്ങി നിൽക്കൂ, എല്ലാവരും കാണാണ്. അമ്മച്ചി വന്നിട്ട് ഓടി വന്നിട്ട് കൈയൊക്കെ തുരുതിര ചുംബിച്ചിട്ട് വളഞ്ഞെന്റെ കാലത്തോടാണ്, വളഞ്ഞെന്റെ കാലത്തോട്. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഈശോയാണ്. അച്ഛൻ ഇന്നലെ ആയുടെ ലോകം എന്നെ പറഞ്ഞു, അച്ഛൻ ഈശോയാണ്. അച്ഛൻ, ഞാൻ പറഞ്ഞു, ഞാൻ ഈശോയല്ല, ഞാൻ മണ്ണിന്റെ അടിയിലോട്ട് പോകണ ഒരു പുരോഹിതനാണെന്ന് പറഞ്ഞു.
പറഞ്ഞു അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. അച്ഛനിലൂടെയാണ് ഈശോ പ്രവർത്തിക്കുന്നത്. അച്ഛൻ്റെ കരങ്ങളിലൂടെയാണ് ഞങ്ങൾക്ക് ഈശോനെ കാണാൻ പറ്റുന്നത്. അച്ഛൻ തൊട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ രോഗം മാറും. എന്നിട്ട് ഇന്നലെ അന്ന് അമ്മച്ചി വന്നിട്ട് നടുവളഞ്ഞ് എൻ്റെ കാലത്തിട്ടു, അച്ഛാ ഡിസ്കിന് വളഞ്ഞായിരുന്നു. അച്ഛൻ ഇന്നലെ പ്രാർത്ഥിച്ച് ഇച്ചിരി നേരം കഴിയുമ്പോൾ ചാടി എഴുന്നേറ്റു കയ്യൊക്കെ നിവർത്തിയപ്പോൾ ഒരു വേദനയില്ല. ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു, കണ്ടോ ഞാൻ ബൈബിള് വായിച്ചപ്പോ കൊന്തയില്ലപ്പോൾ നിങ്ങൾ കളിയാക്കിയില്ലേ? ഈശോ ജീവിക്കുന്നു, ഈശോ ജീവിക്കുന്നു. എന്നിട്ട് അന്ന് കരങ്ങളടിച്ച് കർത്താവിനൊന്ന് മഹത്വപ്പെടുത്തിയേ, കരങ്ങൾ ഉയർത്തിയടിച്ചേ. കണ്ടോ, നമുക്ക് വിശ്വാസം വേണം. വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. വിശ്വസിക്കുക, എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, എൻ്റെ കർത്താവിന് എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റും, ഹീലിംഗ് നടത്താൻ പറ്റും, സൗഖ്യം തരാൻ പറ്റും, വിടുതൽ തരാൻ പറ്റും, സമാധാനം തരാൻ പറ്റും, സന്തോഷം തരാൻ പറ്റും, എൻ്റെ മനസ്സിന് ധൈര്യം തരാൻ പറ്റും, എനിക്ക് പരിപൂർണമായ വിടുതൽ തരാൻ പറ്റുമെന്ന് നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.